സ്വന്തം മകനെയോ മകളെയോ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കുന്നത്. അവരുടെ വിശ്വാസം എന്താണ്? കോൺഗ്രസ് നേതൃത്വമാണ്. 80% 75% കോൺഗ്രസ്സുകാരായ മണ്ഡലമാണ് വയനാട്. എന്തുകൊണ്ടാണ് വയനാട് കൽപ്പറ്റയും ബത്തേരിയൊക്കെ കോൺഗ്രസ്സുകാർ ജയിച്ചു വരുന്നത്? 15 വർഷമായിട്ട് ഐ സി ബാലകൃഷ്ണൻ അവിടെ MLA ആണ്. എന്തുകൊണ്ടാണ് MLA ആകുന്നത്? കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമാണ്. അപ്പോൾ അതിന് കാരണം എന്താ? 70% വരുന്ന അവിടുത്തെ ജനങ്ങൾ കോൺഗ്രസ്സുകാരാണെന്നേ. ആ കോൺഗ്രസ്സുകാരെ വിജയമുണ്ട്. എൻ്റെ നേതാവ് ചതിക്കില്ല, എൻ്റെ നേതാവ് എൻ്റെ മക്കൾക്ക് വേണ്ടി ജോലി മേടിച്ചു തരുന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ പണം കൊണ്ട് കൊടുക്കുന്നത്. അല്ലാതെ എന്താണ്? അല്ലെങ്കിൽ ഇവിടെ CPM ഇല്ലാഞ്ഞിട്ടോ BJP കാരില്ലാത്തോട്ടാണോ? ഏതെങ്കിലും BJP കാരൻ്റെ പേരിലോ CPM ഇവിടെ ആരോപണം വരുന്നുണ്ടോ? അവിടെ ഓരോ ആരോപണം വരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെയുള്ള മുഴുവൻ ഭൂരിപക്ഷം കർഷക തൊഴിലാളികളും പാവപ്പെട്ട കർഷകരും ഈ പണം കൊണ്ട് കൊടുക്കുന്നത് അവരുടെ മക്കൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അത് 5 വർഷം കാത്തിരിക്കുന്നു, 8 വർഷം കാത്തിരിക്കുന്നു, 10, 12 വർഷം കാത്തിരിക്കുകയാണ് ഇവർ ജോലി മേടിച്ചു കൊടുക്കുന്നു പറയുന്നത്. ആരുടെ പേരിലുള്ള വിശ്വാസമാണ്? ആ വിശ്വാസത്തിന് പറയും NM വിജയൻ പറഞ്ഞതുപോലെ മരിക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടീനെ സംരക്ഷിക്കുകയാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടീനെ കുറ്റം പറഞ്ഞ് മരിക്കുകയാണ്. എൻ്റെ ആവശ്യം എന്താണ്? ഈ പാർട്ടി നഷ്ടപ്പെട്ടിട്ടത്, ഈ പാർട്ടിക്ക് കളങ്കം ഉണ്ടാവരുത്. ഞാൻ മരിക്കുമ്പോഴെങ്കിലും എൻ്റെ നേതാക്കന്മാർ ഇത് വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള ഒരു പൊതുധാരണയുണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ. ആ പൊതുധാരണ 50-ലധികം വർഷം വിശ്വസിച്ച് കൂടെ നിന്ന പ്രസ്ഥാനം പറയുകയാണ് എന്താണ്? ഈ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ പാർട്ടി എന്നെ സംരക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിൽ പറയുക. 10 ദിവസം ഇനിയും കാത്തിരിക്കണമെന്ന്. ഒരു മനുഷ്യൻ്റെ അവസാന വാക്കെന്താ? മരണമാണ്. അത് കഴിഞ്ഞിട്ടും 10 ദിവസം കാത്തിരിക്കാൻ മക്കളോട് പറഞ്ഞിട്ട് പോകുന്ന ഒരു നേതാവ്, അങ്ങനെ ഒരു നേതാവ് ലോകത്തുണ്ടാവുമോ?